ഈ 2025 കാലഘട്ടത്തിൽ രക്ഷിതാക്കൾ കുട്ടികളോട് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ പഠിക്കുക എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണല്ലേ. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യം ഇത് തന്നെയാണ്. കുട്ടികൾക്ക് ഇഷ്ടമല്ല. കാരണം കുട്ടികളെ വയ്യാലെ നടന്ന് പഠിക്കടാ എന്ന് പറയുന്നതൊന്നും കുട്ടികൾക്ക് ഇഷ്ടമല്ല. കാരണം അവരെ മനസ്സിൽ അവരേതോ ഒരു ഫാൻറ്റസി ലോകത്തില്ലേ. അവരിങ്ങനെ കളിക്കുന്നു, നടക്കുന്നു, ചങ്ങായിമാരെ തൊഴിലൊക്കെ ഇട്ടിട്ട് ഉല്ലസിക്കുന്നു അല്ലേ. അപ്പോൾ അവരേതോ ഒരു സ്വപ്ന ലോകത്ത് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഓരോ രക്ഷിതാവും വയ്യാലെ നടന്ന് പറയും, പഠിക്കടാ മോനെ, പഠിക്കടാ മോളെ, പഠിക്ക്. അപ്പോൾ അവരെ കണ്ടാൽ നമ്മളൊരു ശത്രുക്കളായി മാറും. അത് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ഒരു കുട്ടികളും മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഒരു യഥാർത്ഥ സത്യം എന്ന് പറയുന്ന കാര്യം. കാരണം നമ്മളെല്ലാം ഒരു 89-90 കാലഘട്ടത്തിൽ ജനിച്ച വ്യക്തികളാണ്. നമുക്കൊന്നും അന്നത്തെ കാലത്ത് പഠനം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഒരാളും പറഞ്ഞു തന്നിട്ടില്ല. അതിന് സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചറായാലും അതുപോലെ വീട്ടിലുള്ളവരായാലും ആരും നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് നല്ല ഒരു അറിവ് പകർന്നു തരാത്തതിൻ്റെ ഫലമായി നമ്മളെന്നാ ചിന്തിക്കുന്നത്, 10-18 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെന്താ കല്യാണം കഴിച്ച് അയക്കും, പിന്നെ തീർന്ന് അതോടും കൂടി പഠിക്കണ്ടല്ല അല്ലേ. പിന്നെ നമുക്ക് ഫ്രീ ആയി നമ്മളായി നമ്മളെ പാടായി ഒന്നും പറയണ്ട. പിന്നെ നമുക്ക് അങ്ങോട്ടേക്കില്ല കാലം വിചാരിക്കുക ജീവിതം അടിച്ച് പൊളിക്കേണ്ട കാലഘട്ടമാണെന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ കല്യാണം കഴിഞ്ഞ് നമ്മളെ കഴുത്തിലൊരു കുരുക്ക് വീഴുന്നതോടുകൂടി വലിയൊരു ഭാരം നമ്മളെ തലയിൽ വന്ന് വീഴുന്നത് എന്നുള്ള കാര്യം നമ്മളെ ജീവിതത്തിലേക്കൂടെ ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അറിയാമല്ലേ. അതിൽ നമ്മളിങ്ങനെ പല റോളുകൾ മാറിക്കൊണ്ടേയിരിക്കും. അമ്മയായും ഇളയമ്മയായും മൂത്തമ്മയായും ആൻറ്റിയായും ഇങ്ങനെ പല റോളുകൾ ഇങ്ങനെ മാറി ഓരോ വേഷം കെട്ടി ഒരു 10-15 വർഷം ഇങ്ങനെ കടന്നു പോയിട്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവമേ എന്നാ പഠിക്കേണ്ട സമയത്ത് നന്നായി പഠിച്ചിട്ട് ഒരു ജോലിയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിലായാലും നമ്മളെ കുടുംബത്തിൻ്റെ മുന്നിലായാലും നമുക്കൊരു വില ഉണ്ടാവുമായിരുന്നു. കാരണം ആ സമയത്ത് നമുക്കൊരു പൈസ ഉണ്ടാവും അല്ലേ കൈശം. നമുക്ക് നമ്മുടേതായിട്ട് പറഞ്ഞിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിലൊരു വില ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ എത്ര പറക്കുന്ന ബന്ധുക്കളാണ് അല്ല ഇത്രയും സുഹൃത്തുക്കളാണ്, ഇനി എൻ്റെ അച്ഛനാണ് അമ്മയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ കൈശം പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിലയുണ്ടാവുള്ളൂ, ഒരു സ്ഥാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ അനുഭവങ്ങൾ നമ്മളെ മക്കൾക്ക് വരാതിരിക്കാൻ, അതായത് നമ്മൾ കടന്നു വന്ന വഴികളിലേക്കൂടെ ഓരോ കല്ലും മുള്ളും താണ്ടിയാണ് നമ്മൾ ഇത്ര വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മളെ മക്കൾ അനുഭവിക്കാതിരിക്കാനാണ് നമ്മൾ മക്കളോട് പറയുന്നത്. എന്ത് നന്നായിട്ട് പഠിക്കണം, പഠിച്ചു കഴിഞ്ഞ് നല്ലൊരു ജോലി ആയി കഴിഞ്ഞാൽ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ തേടി വരുന്നില്ല കാര്യങ്ങൾ. പക്ഷേ അത് ഒരു കുട്ടികളും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നതാണ് പരമാർത്ഥം.